ഇഴച്ചിലിനെതിരെ സംസാരിക്കാൻ, അക്രമങ്ങൾക്കെതിരെ, ഹിംസയ്ക്കെതിരെ, അതിഭീമമായ രാഷ്ട്രീയമായ ആക്രമണങ്ങൾക്കെതിരെ സംസാരിക്കാൻ, സാമൂഹ്യമായ അനീതികൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുള്ള നാടുകളിലെയും എഴുത്തുകാരെ ഒന്നിച്ച് കൊണ്ടുവരിക എന്ന ആശയം സാഹിത്യ അക്കാദമി മുന്നോട്ട് വെച്ചത്. അത് പ്രിയങ്കരിയായ, കുട്ടിക്കാലം മുതൽ പ്രിയങ്കരിയായ ബിന്ദു പറഞ്ഞതുപോലെ എൻ്റെ ഉത്സവം അല്ല, ഇത് സാഹിത്യ അക്കാദമി ഒന്നിച്ച് നടത്തുന്ന എഴുത്തുകാരും സഹൃദയരുമായ അനേകം ആളുകൾ ഒന്നിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണ്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം, അതങ്ങനെ തുടരുകയും വേണം എന്ന് ആഗ്രഹിക്കുന്ന പലരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ ഈ സാഹിത്യ അക്കാദമി ഇത്തരത്തിലൊരു സാഹിത്യോത്സവം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന സ്വാഭാവികമായ ചോദ്യങ്ങളിലൊന്ന് എന്തിന് മറ്റൊരു സാഹിത്യോത്സവം എന്നതായിരുന്നു. കാരണം നമുക്കറിയാവുന്നതുപോലെ പ്രസാധകരും മാധ്യമ ഗൃഹങ്ങളും എല്ലാം തന്നെ അവരുടേതായ ഉത്സവങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ സാഹിത്യ അക്കാദമി മറ്റൊരു ഉത്സവം നടത്തണമോ? അതിനൊപ്പം തന്നെ അനേകം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നിത്യമെന്നോണം സാഹിത്യോത്സവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ എന്തിന് അക്കാദമിയുടെ മറ്റൊരു സാഹിത്യോത്സവം എന്ന ചോദ്യത്തെ സ്വയം അഭിമുഖീകരിച്ചുകൊണ്ടാണ് അത് വേണം എന്ന തീരുമാനത്തിൽ അക്കാദമി എത്തിച്ചേർന്നത്. അത് വേണം എന്നതിൻ്റെ ദീർഘമായൊരു ന്യായീകരണത്തിലേക്ക് കടക്കാനോ ദീർഘമായൊരു പ്രഭാഷണം നടത്താനോ ഒന്നും തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും സാഹിത്യോത്സവങ്ങളിൽ ലോകമെമ്പാടുമുള്ള അനേകം സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, എല്ലാ സാഹിത്യോത്സവങ്ങളിലും പല വിധത്തിലുള്ള സംവാദങ്ങൾ സംഭവിക്കുന്നുവെന്നും എല്ലാ സാഹിത്യോത്സവങ്ങളും ആത്യന്തികമായി ജനാധിപത്യം എന്ന മഹത്തായ ആശയത്തെ പിന്തുടരുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്നും ആണ്. കാരണം ഒരു വശത്ത് എഴുത്തുകാർ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ ജെൻഡറുകളിലും പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ബഹുവചനം പ്രത്യേകിച്ചും ഉപയോഗിക്കുന്നത്. എഴുത്തുകാർ തമ്മിലുള്ള സംഭാഷണം, വായനക്കാർ തമ്മിലുള്ള സംഭാഷണം, എഴുത്തുകാരും